വാർത്തകൾ വിശദമായി നോക്കാം. നമുക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കലാപബാധിത മേഖലകൾ സന്ദർശിക്കാനായി സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം മണിപ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഘർഷം നടന്ന പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തും. സമാധാനം ഉറപ്പാക്കുന്നതും കലാപബാധിതർക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിനുമുള്ള ചർച്ചകൾ നടത്തും. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സുരക്ഷ ശക്തമാക്കിയ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, മണിപ്പൂരിൽ കേന്ദ്ര ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം വലിയ ശ്രമങ്ങളാണ് ക്രമസമാധാന നില സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സേനകളുടെ ഭാഗത്തുനിന്ന്, സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ജഡ്ജിമാരുടെ സംഘം കൂടി മണിപ്പൂരിലേക്ക് എത്തുന്നു. പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണ് യാത്രയുടെ? ചൂണ്ടിക്കാട്ടിയതുപോലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം സമാധാനം ഉറപ്പാക്കുന്നതിന് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ സുപ്രീം കോടതി ജസ്റ്റിസുമാരുടെ സന്ദർശനം. അവിടെ മണിപ്പൂർ ഹൈക്കോടതിയിൽ 12 വർഷത്തിന് ശേഷം നടക്കുന്ന ആഘോഷ പരിപാടികളുമായാണ് ഇത്തരത്തിൽ ജഡ്ജിമാരെത്തുന്നത്. പക്ഷേ മണിപ്പൂർ സംഘർഷബാധിത മേഖലകൾ ഈ പ്രത്യേക സംഘം സന്ദർശിക്കും. അവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, ഒപ്പം ഇത്തരത്തിൽ കലാപബാധിത മേഖലകളിൽ അതിന് നേരിട്ട് ബാധിച്ചിട്ടുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് BR ഗവായി നേതൃത്വത്തിലുള്ള ജസ്റ്റിസുമാരുടെ സംഘമാണ് ഇംഫാലിൽ എത്തിയിട്ടുള്ളത്. ഈ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന്, കലാപബാധിതർക്ക് വ്യക്തമായ നിയമസഹായം ഉറപ്പാക്കുക എന്നുള്ളതാണ്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകൾ നിലവിൽ സുപ്രീം കോടതിയിലുണ്ട്. ഒപ്പം ഈ കലാപബാധിതർക്ക് അവർക്ക് അർഹമായിട്ടുള്ള നിയമസഹായത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുക എന്ന രീതിയിലുള്ള ചർച്ചയ്ക്കായിരിക്കും സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം പ്രാധാന്യം നൽകുക. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനും ഒപ്പം മറ്റ് സമാധാന ചർച്ചകൾക്കും ജസ്റ്റിസുമാരുടെ സംഘം പ്രാധാന്യം നൽകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സമാനമായി മണിപ്പൂരിൽ ഗവർണറുടെ നേതൃത്വത്തിലുള്ള സമാധാന സമിതി കുക്കി, മേധി വിഭാഗങ്ങളുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിൽ സമാധാന ചർച്ചകൾ, ജസ്റ്റിസുമാരുടെ സന്ദർശനം, ഒപ്പം ആയുധമെടുത്ത് പോരാടുന്നവർക്കെതിരെ അതേ രീതിയിൽ ശക്തമായ മറുപടിയും നൽകിക്കൊണ്ടാണ് മണിപ്പൂരിലെ സംഘർഷത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ സംഘം ഇന്നിപ്പോൾ മണിപ്പൂരിൽ എത്തുന്നുണ്ട്. ക്രമസമാധാന നില സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി കൂടി ഈ യാത്രയെ കാണണം. വിഷ്ണു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.